അങ്ങനെ 2026 ഈ വർഷം എല്ലാവർക്കും നല്ല നന്മയുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പം ന്യൂ ഇയർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇന്നിപ്പം എന്ത് കാര്യങ്ങൾ ചെയ്താലും വർഷം മുഴുവൻ നമുക്ക് അങ്ങനെ ആയെന്നൊക്കെ ഒരു പറച്ചിലുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് നടലൊക്കെ മാറ്റിയിട്ട് നല്ലൊരു വിളവെടുപ്പാക്കാൻ ധരിച്ച്. എന്തായാലും നമ്മളൊക്കെ കൃഷി ചെയ്യുന്ന ആളുകളല്ല, അപ്പം വർഷം മുഴുവൻ നല്ല വിളവ് കിട്ടുമല്ലോ. ആ ഒരു പ്രതീക്ഷയിൽ നമ്മളിതാ ഇന്ന് വിളവെടുക്കാൻ പോകുന്നത് നമ്മുടെ ചട്ടിയിൽ നട്ട ബീറ്റ്റൂട്ട് ആട്ടോ. ഇതാ ഇവിടെ ബീറ്റ്റൂട്ട് ഉണ്ട്. ഇങ്ങനെ ഗ്യാപ്പ് അനുസരിച്ച് വെച്ചുകൊണ്ട് കുറച്ച് വിട്ടുവിട്ടൊക്കെയാണ്. ഇതാ ഇവിടെ 2-3 ചട്ടിയുണ്ട്, അവിടെ ഒരു ചട്ടിയുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ചൈനീസ് കാബേജ് നമ്മൾ വിളവെടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ഇതൊക്കെ ഈ കാലിച്ചട്ടികളൊക്കെ ഉണ്ടല്ലോ, ഇതാ ഇവിടെ ഒക്കെ ഇതൊക്കെ മുമ്പ് ഒന്ന് മാറ്റി അങ്ങോട്ട് എടുത്തു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പച്ചമുളക് നടാൻ ഇതൊക്കെ നമ്മൾ ചൈനീസ് കാബേജ് വിളവെടുത്താണ്. ആ സൈഡിൽ കണ്ടില്ലേ ന്യൂൽക്കോൾ അങ്ങനെ കയറി പോകുന്നുണ്ട്, കാബേജ് കുറയുന്നതനുസരിച്ച് കേട്ടോ. കാബേജ് ഇനി ആ കാണുന്നതും കൂടെ ഉള്ളൂ, ലാസ്റ്റ് കാണുന്നുണ്ടോ ഞങ്ങളെ കാണിച്ചു കൊടുക്കും. ഇവിടെ നമ്മൾ നനയ്ക്കാൻ വേണ്ടിയിട്ട് വലിയ പൈപ്പ് ഇടുന്ന വെച്ചുകൊണ്ട് അതാ കാണിച്ചു കൊടുക്കുക. ആ ഒരു ക്യാബേജും കൂടെ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഫുള്ള് ന്യൂൽക്കോൾ ആ സൈഡ് മൊത്തം ആവും. അപ്പൊ നമുക്ക് ഇനി ഓരോ ചട്ടികൾ എടുക്കാം. ഇപ്പൊ 2 മാസം ആയില്ല നമ്മൾ ബീട്രൂട്ട് ആയിട്ട് 2 മാസം ഉണ്ടല്ലേ. അപ്പം വിളവ് എന്താണെന്നൊന്നും അറിയില്ല, എന്ത് വിളവായാലും നമ്മൾ വിളവെടുക്കുന്നേ പറഞ്ഞിട്ടുള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ള വലിപ്പ കാര്യങ്ങളൊന്നും നമ്മളൊന്നും നോക്കണ്ട. അപ്പൊ പുതിയ വർഷം ആയതുകൊണ്ട് ഒരു വിളവെടുപ്പ് ആക്കാന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇതാ ബീട്രൂട്ട്. എന്താ അതിന്റെ ഇലകൾ നല്ല ഭംഗിയുണ്ടല്ലേ. എന്തും 2 മാസമായി കഴിഞ്ഞാൽ വിളവെടുക്കുക. ഇതിനൊക്കെ ഒരു സമയം അത്രേ ഉള്ളൂ, അതിൽ കൂടുതൽ നമ്മൾ നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല. അത് മാറ്റിയാൽ നമുക്ക് അടുത്ത പുതിയ തൈകൾ നമ്മൾ നട്ടു കൊടുക്കും കേട്ടോ. ഇവിടെ നമ്മൾ വേഗം ഇനി പച്ചമുളകിന്റെ തൈകൾ നട്ടു കൊടുക്കാണ്ട് ചട്ടിയിൽ, അത് ഞാൻ എടുത്തു വെക്കണം. അതാ ഇനി പച്ചമുളക് കാര്യങ്ങളൊക്കെ ഞാൻ ഇതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു പച്ചക്കറി ഒന്നും നടന്നില്ല എന്ന്. നടൽ അങ്ങനെ കൂടുതലായിട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇടയ്ക്ക് ഇങ്ങനെ ചട്ടിയിലൊക്കെ നട്ടു കൊടുക്കുന്നുണ്ട്. നടന്നില്ലാന്ന് വേറെ ഒന്നല്ല, കാപ്പിന്റെ കാര്യം ഇപ്രാവശ്യം കുറച്ച് റിസ്ക് ആണ് ഉണങ്ങി കിട്ടാൻ. ഇപ്പൊ നമ്മള് ആദ്യമായിട്ടാണ് കാപ്പി ഇത്ര ദിവസം നമ്മൾ കളത്തിലിരുന്നത് അല്ലേ. വെയിൽ കറക്റ്റ് ഇല്ല, അതിന്റെ പ്രശ്നം. ഇനി ബാക്കിയുള്ളൊക്കെ പറിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച പറിച്ചതും ഈ ആഴ്ച പറിച്ച കാപ്പി നമ്മൾ ശരിക്കും വെയിലത്ത് ഇട്ടിട്ടില്ല. ഇങ്ങോട്ട് വെക്കട്ടെ ഞങ്ങളെ. ലാസ്റ്റിലേ ഒരു 3-4 ചട്ടി ഉണ്ട്, അവിടെ ക്യാരറ്റും ഉണ്ട്. ക്യാരറ്റിന്റെ ഒന്നും ആയിട്ടില്ല തോന്നുന്നു. അപ്പൊ അത് നമുക്ക് എന്തെങ്കിലും ഇടയ്ക്കൊന്ന് ക്യാരറ്റ് പറിക്കുമ്പോൾ എടുക്കാം. എല്ലാം കൂടെ എടുത്തിട്ട് ഒന്നും ഇതിൻ്റെ ഉള്ളിൽ അവസ്ഥ അറിയില്ല, ആയിട്ടുണ്ടോ ഒന്നും അറിയില്ല. അപ്പൊ നമ്മള് സമയം ആയതുകൊണ്ട് ഇങ്ങോട്ട് എടുത്തതാണ്. ഏതിനും അതിൻ്റെ ഇതിൽ വരാനുള്ളൊരു ബുദ്ധിമുട്ട്. ഇങ്ങോട്ട് വെക്കട്ടെ, കടക്കാൻ വയ്യ. പിന്നൊരു കാര്യം, ഇതെടുത്ത് പുറത്തോട്ട് വെക്കുന്നത് നമ്മൾ ഇവിടെ നിന്ന് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ്. ഇവിടെ നിന്ന് ഇരുന്നൊരു പണി എടുക്കാൻ വയ്യ. ചൈനീസ് കാബേജ് ബോക്ചോയ് അല്ലേ, ബൊക്ചോയ് ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഒന്നുണ്ട്. അപ്പം അല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് നമ്മൾ സാലഡ് ഉണ്ടാക്കി കഴിച്ചപ്പോ പറഞ്ഞല്ലോ, അടിപൊളി സാധനമാണ്. അതുകൊണ്ട് നമുക്കിത് നമ്മളെ കളത്തിലേക്ക് എടുത്തുകൊണ്ടുപോയിട്ട് നമ്മളെ ചട്ടിയൊക്കെ നടക്കുന്ന സ്ഥലമില്ല, അങ്ങോട്ട് കൊണ്ടുപോവാം. അവിടെ വെച്ചിട്ട് കറക്റ്റ് കാണിച്ചു തരാം. നല്ല ഭംഗിയുണ്ടല്ലേ ഇതിന്റെ ഇല കാണാനൊക്കെ. ഈ സൈഡിലൂടെ അങ്ങനെ പോവാ. കാപ്പി ചാക്കിലാക്കുന്ന വീഡിയോ ഒക്കെ പെട്ടെന്ന് ഇടാറിഞ്ഞിട്ട് ഉണക്കാട്ടതാണ്. ഇതുവരെ ചാക്കിലാക്കാനും കഴിഞ്ഞിട്ടില്ല. ഒരു ചട്ടി ഇങ്ങോട്ട് എടുത്തു, ആകെ 5 ചട്ടിയപ്പോൾ എടുത്തിട്ടുള്ളത്. 3-4 ചട്ടിയുടെ ബാക്കിയുണ്ട്. എടുത്തിട്ട് ഇങ്ങനെ വെക്കാതെ. മേലൊക്കെ ചിലതിന് വലുത് കാണുന്നുണ്ട്, ചില ചെറുതൊന്നും അറിയില്ല കേട്ടോ. നമ്മളെ മുള്ളങ്കിയൊക്കെ ശരിക്കും എല്ലാം കിട്ടിയില്ലേ. ആദ്യം നമ്മൾ ഈ ചട്ടിയിലിട്ട് ഇങ്ങനത്തെ എടുത്ത് മുള്ളങ്കിയാണല്ലേ. പിന്നെ നമ്മൾ ഫസ്റ്റ് ക്യാബേജ് അല്ലേ, പിന്നെ മുള്ളങ്കി, പിന്നെ ചൈനീസ് ക്യാബേജ്, ഇനി അടുത്തതാണ് ഇപ്പൊ ബീട്രൂട്ട്. ഓക്കെ, നിരത്തി വെച്ചിട്ട് എന്തായാലും വലിയ കൊട്ട എടുക്കുന്ന പരിപാടി നിർത്തി. അത് നമുക്ക് ചേമ്പിൽ പണി കിട്ടിയോണ്ട് പിന്നെ വലിയ കൊട്ട എടുക്കലില്ല. ചേമ്പല്ലേ, കൂർക്കലല്ലേ, രണ്ടാമത് കൂർക്കലും പാളിപ്പോയില്ലേ. അപ്പൊ ഇന്ന് ശരിക്കും കൂർക്കലിന് ഇതെടുത്താൽ മതിയേനു. അന്ന് കൂർക്കലിന് വലുതെടുത്ത്. ഇനി നമുക്ക് എല്ലാവരും ബീട്രൂട്ട് പറിച്ചു വെക്കാം. ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്തും കൂടെ നമുക്ക് കാപ്പി ഇടേണ്ടി വരും. പറിച്ച കാപ്പി ഇങ്ങനെ ചാക്കിലിട്ടിട്ട് നല്ല പൂപ്പൽ വന്നിട്ടുണ്ട്. ഇവിടെ ഓവർ മണ്ണാക്കാനില്ല, കുറച്ചും കൂടെ അങ്ങോട്ട് മാറ്റിയിട്ട് ചെയ്യാം. എന്തായാലും ഇവിടെ മണ്ണ് വെച്ചിട്ടുണ്ട്, ഇമ്മ ചീത്ത അറിയും. ഇവിടെ പുതിയ ഷീറ്റ് വിരിക്കാനുള്ളതാ. നോക്കില്ല ഞങ്ങളെ ചാക്കിൽ മണ്ണ് പൊഴിയണ്ടല്ലേ, ഓരോന്നോരോന്ന് അങ്ങനെ എടുക്കാം. ഡബിൾ പണിയാവും. പിന്നെ ഇന്നലെ ആകെ പാളി നിരച്ചില്ലേ, മഴ ചാറി. ഞങ്ങൾ കുറച്ചപ്പുറത്തൊക്കെ മഴ പെയ്തു പറഞ്ഞു. ഈ സമയത്തേറ്റ് മഴ പെയ്താണ്ടല്ലോ കാപ്പിക്ക് ഇതിലും വലിയൊരു പണി ഇനി വേറെ കിട്ടാണ്ടാവില്ല. കാപ്പി പൂക്കുന്ന മാത്രല്ല, ഇന്നും മഴക്കാരനല്ലേ, പേടിയാവുന്നുണ്ട് സംഭവം. എന്താണെന്ന് അറിയില്ല. ഈ കാപ്പി 2ാമത്തെ ആഴ്ച കിടക്കുക. നമ്മള് ശരിക്ക് മാക്സിമം പോയ 10 ദിവസം, ഇപ്പൊ 15 ദിവസമായി. 15 മഴക്കാലം വന്ന്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇന്ന് ചിലപ്പോൾ
ഇതാവും ചെയ്യും മഴ. കാപ്പിക്ക് വില കൂടുന്നുണ്ട്. ഇത് കാണാൻ അവർക്കറിയാം കാലാവസ്ഥ പാളി കഴിഞ്ഞാൽ സാധനം ടൈറ്റ് ആവും, ഡിമാൻഡ് ആവും എന്നൊക്കെ കമ്പനിക്കറിയാം. വലിയ കുത്തക കമ്പനികളാണല്ലോ കാപ്പിന്റെ വില ഇടുന്നത്. ഇപ്പോഴും നല്ല എപ്പോഴും കാപ്പിന്റെ വില ഇടുന്നത് ലണ്ടൻ കോഫി മാർക്കറ്റ് ഒക്കെയാണ്. അപ്പൊ അവർക്ക് അറിയാം ഇത് ഷോർട്ട് വന്നാൽ എങ്ങനെ വില കയറ്റാം. അപ്പൊ വില കയറ്റുമ്പോൾ എന്താ ഞങ്ങൾക്ക് അത് അനുഭവിക്കാനുള്ള ഗുണം കിട്ടൂല, കാപ്പിയുടെ ആയും കിട്ടൂല. നമുക്ക് എന്തായാലും ഇത് പറയും തുടങ്ങാം. കാട് കയറിപ്പോണ്ട് കാപ്പിന്റെ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സംഭവം ഉമ്മ രാവിലെ നനച്ചിക്കണം, ഇന്നലെ നനച്ചിക്കാത്തോണ്ട് ഇളക്കുന്നില്ല, മേലെ തന്നെയാണ്. സിമ്പിള് പറയാ. അയ്യോ ഇതൊക്കെ ചെറുതാട്ടോ. എന്നാലും ഒരു വലുത് കണ്ട് അല്ലേ, നമുക്ക് വലുത് മാത്രം പറിച്ച് ചെറുത് നിർത്തണോ? പറിക്കാനോ ഇതാ, അതെ പറിക്കാനൊന്നുമില്ല. ബീട്രൂട്ട് റെഡി ആണെങ്കിൽ ഇതാ ഇത് നോക്കാം. അതിനെ കുറച്ച് വലുത് പറിക്കാൻ സമാധാനമല്ല. എന്തായാലും ന്യൂ ഇയർ ആയിട്ട് അതിനെ ചെറുത് വെക്കണല്ലേ. അടിപൊളി. ഈ റേഞ്ച് എല്ലാം കിട്ടിയെങ്കിൽ കഴിച്ച ലക്ഷം ഇങ്ങനെ ഇല്ല. ഇതൊക്കെ ചെറുതാ. ആരെ വന്നു നോക്കണ ഇബി വന്നിക്കണ്. ഇബിയൊക്കെ നോക്കിയാണ് അവരൊക്കെ എന്താ സാധനം നോക്കുക അല്ലേ. ബീട്രൂട്ട് ഇങ്ങനെ ഒന്നും കൃഷി ആരും ചെയ്യലില്ലല്ലോ. ഇതാ രണ്ടാമത്തത് നല്ല വലുപ്പമുള്ളതാണ്, നോക്കണം. എന്തായാലും നമുക്ക് മൊത്തം ചട്ടി കാലിയാക്കാനുള്ള എല്ലാം പറിച്ചെടുക്കാം. നമുക്ക് ഉപ്പേരിക്കുള്ളത്, പിന്നെ മോനക്ക് നല്ല ലൈബുവിന് അത്ര പ്രശ്ന സാധനം. ചെറിയ കുട്ടിക്കൊക്കെ നമ്മള് ക്യാരറ്റ് ബീട്രൂട്ട് ഇതൊക്കെ കൊടുത്തല്ലോ. അതാ ഞാൻ പറിക്കണമെന്ന് ചോദിച്ചു. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ആവുള്ളൂ, ഒക്കെ ഒരേ റേഞ്ചിൽ നട്ടതന്നെയല്ലേ സംഭവം ഇങ്ങനെ കിട്ടുള്ളൂ. അപ്പൊ ഉമ്മാക്ക് ഒരു ചട്ടി അവിടെ മാറ്റി വെക്കാണ് മുളകും തൈ നടാന്. പിന്നെ അടുത്തെടുക്കാം ഒരു ചട്ടി കുറച്ചിട്ടോ. നിലത്തൊക്കെയാണ് ചെയ്യല്, ബെഡൊക്കെ എടുത്തിട്ട്. പിന്നെ നമുക്ക് അങ്ങനെ സ്പേസിന്റെ ഒരു പ്രശ്നം വന്നില്ലേ. സ്ഥലം വേണ്ട, നല്ല വെളിച്ചം വേണം എല്ലാത്തിനും. അതുകൊണ്ട് നമ്മൾ ചട്ടിയിലാക്കിയിട്ടുള്ള സ്ഥലത്ത് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നത്. എന്താ സംഭവം ഇതൊക്കെ ആയിട്ടുണ്ട് അല്ലേ. ഇങ്ങനെയൊക്കെ വരും. പിന്നെ ഞങ്ങള് വലിയ വളങ്ങളും അങ്ങനത്തെ രാസവളങ്ങളും കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. ശരിക്കും ഇതിനൊക്കെ നല്ല അങ്ങനത്തെ വളങ്ങളൊക്കെ ഇട്ടെടുത്താൽ നല്ല ഇതൊക്കെ വരും കേട്ടോ അടിയിൽ. ഇതൊന്നും ഇല്ല. അയ്യോ ഇതൊക്കെ ചെടീന്റെ കരുത്ത് നോക്കുക, അതിനനുസരിച്ച് ചെറുതാ. ഇതൊന്നും ആയിട്ടില്ല, അത് നോക്കണ്ട. ചിലത് ഇല മാത്രമേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ വീഡിയോ കാണിക്കാനായിട്ട് ആവാത്ത പറിച്ചോന്നല്ല കേട്ടോ, അത് കമന്റ് ചെയ്യേണ്ടാലും. ഇതൊക്കെ ഇങ്ങനെ കിട്ടുള്ളൂ. ചിലത് വലുത് വരുന്നു, ചിലത് കണ്ടില്ലേ ഒന്നും നോക്കാതെ തന്നെ നല്ല വലുപ്പം വരുന്നുണ്ട്. ഇത് ഇലയൊക്കെ നമുക്ക് കോഴി കൊടുക്കാം. മൊത്തത്തിൽ നമുക്ക് പറിച്ചിട്ട് കാണിക്കാം. അപ്പൊ അങ്ങനെ വിചാരിക്കണ്ട. എല്ലാവരും ഇങ്ങനെ ചെറുത് കാണുമ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തോന്നുന്നത്. ഇതിലാകെ നമ്മൾ എന്താ വളമായിട്ട് പിന്നെ വെണ്ണീരിട്ട് കൊടുത്തില്ല, കുറച്ച് പൊട്ടാഷിന് വേണ്ടി കുറച്ച് വെണ്ണീരിട്ട് കൊടുത്ത്. വേറെ നമ്മളൊരു അതാണ് അത്രയും ജൈവമാണ്. അപ്പൊ നമ്മൾ ആവശ്യത്തിന് ഇങ്ങനെ ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മൾക്ക് എല്ലാവരും ഇങ്ങനെ കാണിക്കാനും വലുപ്പത്തിൽ കാണിക്കാനല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇതിലും കുഴപ്പമില്ല. ഇതാ കണ്ടില്ലേ, ഒക്കെ സെയിം ആയിട്ട് നട്ട സാധനം തന്നെയാണ്. ഭാഗ്യം ഉണ്ടെങ്കിൽ ഇതാ ഇതുപോലെ ഇത് ബീട്രൂട്ടിനൊക്കെ വരുന്ന പ്രശ്നമാട്ടോ ഈ വിള്ളല്. കൃഷി ഓഫീസറൊക്കെ പറയും ബോറോന്റെ ഡെഫിഷ്യൻസി കൊണ്ട് വരുന്നതൊക്കെ. നമ്മൾ പിന്നെ ഒന്നും ഇടാത്തതുകൊണ്ട് അതിന്റെ കാര്യം മൈൻഡ് ചെയ്യണ്ട. അത് അത്യാവശ്യം വലുപ്പമുണ്ട്. കണ്ടില്ലേ, ഇതിൽ അടുപ്പിച്ചാണ് അത് അങ്ങോട്ട് വരും. ഒരു വരുത്തതാ ഈ റേഞ്ച് കിട്ടിയാൽ തന്നെ മതിയായിരുന്നു അല്ലേ. ഇനി ഇതൊക്കെ രസമാണ്. നമ്മൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ വിളവെടുക്കുന്നത്. നമ്മൾ ഊട്ടി ചെന്നപ്പോൾ ആ ചേട്ടൻ പറിച്ചെന്നൊക്കെ ചിലതൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. അവിടെ ഊട്ടിയിലായതുകൊണ്ട് വലിപ്പം കൂടുതലൊന്നുമില്ല. ഇത് നമ്മൾ കുഞ്ഞോളെ ആ കെയിലൊക്കെ തരുമ്പോൾ ആ ചേട്ടൻ ബീട്രൂട്ട് തന്നതിന്റെ വീഡിയോ കാണിച്ചില്ലേ. അങ്ങനെ നോക്കുമ്പോൾ ഇതൊക്കെ മെച്ചം തന്നെയാണ് നമുക്ക്. ഇതാ അത്രയും തണുപ്പുണ്ടായിട്ട് ഇവിടെ എനിക്കൊന്ന് ഇപ്രാവശ്യം ഇങ്ങനെങ്കിലും സെറ്റായി കിട്ടിയത് നമുക്ക് തണുപ്പുള്ളതുകൊണ്ടാട്ടോ. ഇതൊക്കെ തണുപ്പാണ്, അതുകൊണ്ട് നമ്മൾ ഒന്നും കൂടെ വേഗം നട്ടു കൊടുക്കുന്നുണ്ട്. കരുത്ത് കൂടുതൽ നേരെ ചെടിയിലോട്ട് പോയിട്ട് ഫോൺ വരുന്നല്ലേ. ഫോൺ നോക്കട്ടെ, ഫോൺ ഓഫ് ചെയ്യാൻ. ഇബിയെ ഫോണൊന്നും എടുക്കടാ, മണ്ണ എടുത്തോ. കട്ട് ചെയ്താൽ തിരിച്ചു വിളിക്കാം, കട്ട് ചെയ്താൽ. ഒന്നുകൂടെ ഉണ്ട്, ചട്ടി മാറ്റി കേട്ടോ. പിന്നെ ഇത് മുഴുവൻ വിളവെടുപ്പ് കാണിച്ചത് അത് 5 ചട്ടി ഉള്ളതുകൊണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഒന്ന് കാണും ചെയ്യാലോ ഓരോന്ന് ചട്ടിയുള്ള അവസ്ഥ. ഇതാ സൂപ്പർ സാധനം. ഡബിളാ ഒട്ടിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ശേഷം നല്ല വീട്ടിലോട്ടാ. എന്തായാലും ഉപ്പേരിക്കോ അല്ലെങ്കിൽ ഐബുനൊക്കെ കൊടുക്കാനുള്ള കായ്ക്കുന്നു, പേടിക്കാനില്ല. സാധനം മോശമായിട്ടൊന്നുമില്ല. കഴിഞ്ഞു. നമുക്കിതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്.
ബീട്രൂട്ട് കൊണ്ട് അടിയിലെ കിഴങ്ങോണ്ട് കുറവാണെങ്കിലും ഇല കൊണ്ട് ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല കൂടുതൽ തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു പ്രശ്നം ഇതിൽ കുറച്ചുകൂടെ വലുപ്പം വെക്കുമായിരുന്നു. നമ്മൾ ഈ സമയത്ത് ഇത് മണ്ണ് നിറച്ചപ്പോഴേ നമ്മൾ പച്ചമുളകിനും ഇതിനൊക്കെ നിറച്ച ആ സമയത്ത് നിറച്ച മണ്ണായിരുന്നത് ചട്ടിയിൽ. അതിൽ മണൽ കുറവായിരുന്നു. അതിന് ശേഷം നിറച്ചിൽ നമ്മൾ നല്ല മണലും ഇട്ട്. അപ്പം ഈ മണ്ണ് ചെറിയൊരു ടൈറ്റ് ഉണ്ട്. ടൈറ്റ് കൂടുന്തോറും ഇതിന്റെ അടിയിലുണ്ടാകുന്ന ബീട്രൂട്ടിന്റെ വലുപ്പം കുറയും. നല്ല ലൂസാണെങ്കിലും ചകിരിച്ചോറ് അങ്ങനെ എല്ലാം കൂടുതൽ ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ ലൂസ് ഇടും. അപ്പം ഇനി നമ്മൾ അടുത്ത് നിറയ്ക്കുന്നത് കുറച്ച് മണൽ കൂട്ടിയിട്ടിട്ടാണ്. അപ്പോൾ ചിലപ്പോൾ കിഴങ്ങ് കുറച്ചുകൂടെ പറഞ്ഞാൽ ബീട്രൂട്ട് കുറച്ചുകൂടെ വലുപ്പം വരും. അപ്പോൾ അതൊന്ന് ഒന്നിച്ച് കാണിച്ചു തരാം. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഇതിന് രാസവളങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പം കുറച്ചുകൂടെ ഒക്കെ വലുപ്പമൊക്കെ വരും. പക്ഷെ ഞങ്ങൾ അങ്ങനത്തെ ഒരു ആവശ്യത്തിനല്ല ഇത് ചെയ്യുന്നത്. നമുക്ക് ഇങ്ങനെ ഓർഗാനിക്കായിട്ട് ചെയ്തിട്ട് ഇതന്നെ ഞങ്ങൾ കുറച്ച് ഉപ്പേരിക്കും ബാക്കിയുള്ളത് നമ്മൾ ഐബൂന് ഫുഡ് ഉണ്ടാക്കാൻ അവർക്ക് ഇത് ബീട്രൂട്ടിന്റെ പൗഡറൊക്കെ ഉണ്ടാക്കിയ ക്യാരറ്റൊക്കെ ഞങ്ങൾ അതിന് ചെയ്യുന്നത്. നല്ല ഓർഗാനിക്കായി ചെയ്താൽ മാത്രം വലുപ്പം കുറഞ്ഞാലും നല്ല ഫുഡ് നമുക്ക് മക്കൾക്ക് കൊടുക്കാനൊക്കെ ഉള്ള ആവശ്യത്തിനായതുകൊണ്ടാണ് നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ എല്ലാ കൃഷിയും ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ വലുപ്പത്തിലൊക്കെ വലിയ കാര്യം ഉണ്ടാവില്ല. ഉള്ളത് നല്ല പ്യുവർ സാധനമായിരിക്കും. നമുക്കിതൊക്കെ ഒന്ന് കഴുകിയെടുക്കൊക്കെ വേണം. ഇതാ ഇങ്ങനെ ഇത്രയും കാണിച്ചതാ. അടിയിൽ കിഴങ്ങുണ്ട്. ഇതാ കിഴങ്ങ് കാണിച്ചവർക്ക് വലുപ്പമുള്ളത് കൊണ്ട് ചെറുതുണ്ട് എല്ലാം ഉണ്ട്. അപ്പോൾ കുറച്ച് നമുക്ക് സ്ലൈസ് ചെയ്യണം തോന്നുന്നില്ല നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് കുറച്ച് വലുപ്പമുള്ളത് അതിനെടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് ഉപ്പേരിയും വെക്കാം. ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ എന്തായാലും എല്ലാവരും നല്ല കമൻറ്റ് ചെയ്യുക എങ്ങനെയാണ് ഞങ്ങൾ ഇതിൻ്റെ അവസ്ഥകളൊക്കെ. എന്തായാലും നിങ്ങൾ വലുപ്പമില്ലാന്ന് എന്തായാലും കമൻറ്റ് ചെയ്ത് നിങ്ങൾക്കറിയാം. അപ്പോൾ അത് ഞാൻ കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞത് എങ്ങനെയാണ്. അപ്പം അറിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും ചെയ്യാം. ഞങ്ങളിപ്പോൾ ബീട്രൂട്ട് ഇങ്ങനെ കൂടുതലായിട്ട് ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞില്ല നമ്മൾ ആവശ്യത്തിന് മാത്രം ചെയ്യുന്ന ഒരു കൃഷിയാണ് ബീട്രൂട്ടൊക്കെ. അപ്പം ഞാൻ കണ്ടത് ഇതിൽ മൈനസ് അതാണ്. മണ്ണ് കുറച്ച് നമുക്ക് ഉറപ്പുണ്ട്, ടൈറ്റ് ഉണ്ട് മണ്ണ് കണ്ടതിന് അറിയാം. അത് അടുത്ത പ്രാവശ്യം നമ്മൾ ഇപ്പോൾ ഈ ആഴ്ച തന്നെ നമ്മളടുത്ത് വീണ്ടും നട്ടു കൊടുക്കുന്നുണ്ട്. അതിൽ മാക്സിമം മണൽ ചേർത്തിട്ട് നട്ടു കൊടുക്കണം. പിന്നെ കുറച്ച് ചകിരിച്ചോറ് നമ്മൾ തീരെ ഉപയോഗിക്കുന്നില്ല. നമ്മൾ എന്ത് ചെയ്തു ഈ അറക്കപ്പൊടിയൊക്കെ ഇടുന്നുണ്ട്, മിക്സ് ചെയ്യുന്നുണ്ട്, വളത്തിൽ മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം അത് മാറ്റിയിട്ട് ഇപ്രാവശ്യം ചകിരിച്ചോറ് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. അതും കൂടെ ചേർത്തിട്ടുള്ള മിക്സിങ് നടത്തിയിട്ട് ഒന്നും കൂടെ പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ എന്നാൽ വീഡിയോ ഇവിടെ നിർത്തട്ടെ. ഇനി വേഗം കുഞ്ഞുങ്ങൾക്ക് ഇത് കുറച്ച് ചെറിയൊരു വെയിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് ഇടാനൊക്കെ ഉണ്ട് വെയിലത്ത്. അപ്പോൾ സെറ്റ് ആക്കട്ടെ. എന്നാൽ വീഡിയോ ഇവിടെ നിർത്തുകയാണ്.